വൈ ആർ വി ലിവിങ്? നമ്മൾ എന്തുകൊണ്ട് ഇവിടെ മനുഷ്യരായി ജീവിക്കുന്നു? ഇന്നലെ ലെറ്റ്യൂഡിൻ്റെ വീക്കിലി മീറ്റിങ്ങിൽ ദിവ്യ ചോദിച്ച ചോദ്യമാണിത്. ദിവ്യയുടെ മകൻ അർജുൻ ചോദിച്ച സംശയം ഞാൻ വിശദമാക്കി കൊടുത്തു 3 ആംഗിളിലും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ. സത്യത്തിൽ 10-15 വയസ്സുള്ള ഒരു കുട്ടി ഈ ഒരു ചോദ്യം അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുവെങ്കിൽ ആ കുട്ടി എത്രയേറെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടാവും. ഇങ്ങനെ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളതെന്ന് തിരിച്ചറിയാതെ അവരുടെ ശൈലികളെയും പാറ്റേണിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അവരെ കാണുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുഞ്ഞുങ്ങൾ ഇത്രയേറെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചിന്ത എത്ര പ്രായത്തിൽ ചിന്തിച്ചു? അല്ല, പ്രായമായിട്ട് നമ്മൾ ചിന്തിച്ചോ? ഈ ചോദ്യമാണ് എനിക്കുള്ള മറുചോദ്യം. നമുക്കിതിനെ സയൻറ്റിഫിക് ആംഗിളിലൊന്ന് വിശദീകരിച്ചാലോ? നമ്മൾ മനുഷ്യരായി ജീവിക്കുന്നത് എവല്യൂഷൻ്റെ ഭാഗമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഒരു സെല്ല് 2 സെല്ലായി മാറി ജീവൻ ഉത്ഭവിച്ച് കെമിക്കൽ എവല്യൂഷൻ മുതൽ നമ്മൾ പഠിച്ചു വന്ന പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ പല ജീവജാലങ്ങളുടെയും വംശപരമ്പര മാറി മാറി വളർന്ന് മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ മനുഷ്യൻ വരെ എത്തി നിൽക്കുകയാണ്. മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ചിന്തിക്കാനുള്ള കഴിവ്, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, സ്വയം ചോദിക്കുവാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടി ചോദിച്ചത്, എന്തിന് നമ്മളിവിടെ മനുഷ്യരായി ജീവിക്കണം? നമുക്ക് ഒരു മറുപടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ ഇവിടെ? ഈ ഒരു തലത്തിൽ നോക്കിയാൽ സർവൈവ് ചെയ്യുക, ഇവിടെ എക്സിസ്റ്റൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച ജീവിവർഗങ്ങളാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്, അല്ലേ? അതിലൂടെ അഡാപ്റ്റേഷൻസ് ഉണ്ടായി, മുന്നോട്ട് വളരാനുള്ള സാഹചര്യങ്ങളുണ്ടായി. ആ സാഹചര്യത്തിന് അനുസരിച്ച് അവരുടെ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുകയും വളരുകയും ഇന്ന് ഈ യുഗത്തിൽ, ഇന്ന് AI-യുടെ യുഗത്തിൽ വരെ ഒരു മനുഷ്യൻ എത്തി നിൽക്കുന്നു എങ്കിൽ ഈ പരിണാമത്തിൻ്റെ ഫലമാണ്, എവല്യൂഷൻ്റെ ഫലമാണ്. അടുത്തത് നമുക്ക് മോട്ടിവേഷൻ ആംഗിൾ നോക്കിയാലോ? അതായത് ജീവിതത്തിന് പ്രചോദനം കിട്ടുന്ന രീതിയിൽ. നമ്മൾ ജീവിക്കുന്നത് ഒരു പർപ്പസ് കൊണ്ടാണ്. അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ചുള്ള ഒരു ടാലൻ്റാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ ടാലൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം. ആരെങ്കിലും ഒരു ഡോക്ടർ ആയി എങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനുള്ള പ്രകൃതിയുടെ അനുഗ്രഹമായിട്ട് അതിനെ കണ്ടാൽ മതി. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യനായിട്ട് അവർ വന്ന് ജനിച്ച് MBBS പഠിച്ച് ഡോക്ടറായതും ആളുകളെ ശുശ്രൂഷിക്കണമെന്നും രക്ഷിക്കണമെന്നും മനോഭാവമുണ്ടായതും. ഒരാൾ ടീച്ചറായെങ്കിൽ മറ്റ് കുറേയേറെ ആളുകളുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ടീച്ചറാവുക. ഒരാൾ കർഷകനായെങ്കിൽ ആ കാർഷിക വൃത്തിയിലൂടെ ഒരുപാട് പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഉൽപ്പാദിപ്പിക്കലായിരിക്കും. ആരെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താലും അത് ലോകത്തെ സ്വാധീനിക്കും. ജീവിതം ഇവിടെ വെറുതെ ജീവിക്കാനുള്ളതേയല്ല, ഭൂമിയിലൊരു മുദ്ര പതിപ്പിച്ച് പോകാനാണ്. ഇപ്പോൾ നമ്മളോട് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഈ ചോദ്യം ചോദിച്ചാൽ കുട്ടിയോട് പറയേണ്ട മറുപടി എന്താണെന്നറിയാവോ? ഈ ചോദ്യം നീ ചോദിക്കുന്നത് കൊണ്ട് നീ ഒരു സാധാരണ കുട്ടിയല്ല, നീ അന്വേഷിക്കുന്നവനാണ്. ജീവിതം ഒരു ചോദ്യമാണ്, അതിന് ഉത്തരം നൽകാൻ വന്നവരാണ് നമ്മൾ മനുഷ്യന്മാർ മാത്രമല്ല, ഈ പ്രകൃതിയിലുള്ള സമസ്ത ജീവജാലങ്ങളും സമസ്ത അനുഭവങ്ങളും നമുക്ക് ഉത്തരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റ് പലതിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉത്തരങ്ങൾ കണ്ടെത്താൻ
നമുക്കാവുന്നില്ല എന്നതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നവും. ഇനി ഇതിനെ ആത്മീയമായി നോക്കിയാലോ? നമ്മൾ മനുഷ്യരായി ജനിച്ചത് ഒരു ഭാഗ്യമാണ്. ഈ ലോകത്തിൽ ഓരോ ആത്മാവും ഓരോ പർപ്പസിനായിട്ടാണ് ഇവിടെ വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഓരോ വ്യക്തിയുടെയും ഇവിടുത്തെ പർപ്പസ്. അത് നമ്മുടെ സ്വഭാവം ശുദ്ധമാക്കാനാണ്, സ്നേഹം പഠിപ്പിക്കാനാണ്, നമ്മുടെ ഉള്ളിലെ ദൈവികത കണ്ടെത്താനാണ്. ജീവിതം ഒരു യാത്രയാണ്. ശരീരം മാറും, പക്ഷേ ആത്മാവ് വളരും. ഇതുപോലെ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ചൈതന്യം വളരാൻ വെമ്പുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അടിച്ചേൽപ്പിക്കലുകളല്ല ഇത്തരം കുട്ടികൾക്ക് വേണ്ടത്. അവർക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഇതുപോലെ സംശയങ്ങൾ ചോദിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവർ വളരുകയാണ്. അവരുടെ ബ്രെയിൻ വളരുകയാണ്, ചിന്തകൾ വളരുകയാണ്. നമുക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഓരോ മക്കൾക്കുമാണ് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെയും കോൺഷ്യസ്നെസ് വളരാൻ അനുവദിക്കുവാൻ, അതിനെ പ്രേരിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ നമ്മുടെ മക്കളായി പിറന്നത്. എല്ലാ മക്കൾക്കും നന്ദി പറയുകയാണ്. ഇന്നത്തെ മൈൻഡ് ട്യൂണിങ്ങിൽ എല്ലാ അച്ഛനമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓരോ കുഞ്ഞിനെയും കൺമുന്നിൽ നിർത്തിക്കൊണ്ട് ആ കുഞ്ഞ് ജനിച്ചു വീണ ആ നിമിഷത്തിൽ നിങ്ങൾ കണ്ട ആ കാഴ്ച മനസ്സിൻ്റെ ആഴത്തിലേക്ക് എടുത്തുകൊണ്ട് കുഞ്ഞിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായിരിക്കട്ടെ ഇന്നത്തെ മൈൻഡ് ട്യൂണിങ്. ഒന്ന് കിടന്നു നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾ കാണുന്നത് നല്ല സ്വപ്നങ്ങളായിരിക്കും. കുഞ്ഞുങ്ങളുടെ ജീവിതം വലിയ നിലയിലാകുന്ന സ്വപ്നങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് നിങ്ങൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അമ്മയായത്, അല്ലെങ്കിൽ അച്ഛനായത്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.